പേഴ്സണലി സ്പീക്കിംഗ് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. സ്ട്രെസ്സ് ഭയങ്കര ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. സ്ട്രെസ്സ് കൂടുമ്പോൾ വെയിറ്റ് കൂടാനുള്ള കാരണമാവും. വെറും 100 ഗ്രാം ഓവർ വെയ്റ്റിൻ്റെ പേരിൽ നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള വിനേഷ് ഫോഗാട്ട് പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് പുറത്തായല്ലോ. ആ സമയത്ത് പല തരത്തിലുള്ള കമൻറ്റുകളും അന്വേഷണങ്ങളൊക്കെ വന്നു. ഒരുപാട് ആളുകൾ ഹേർട്ടായിരുന്നു. അതിലൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇപ്പോൾ 50 kg കാറ്റഗറി ആണെങ്കിൽ 3 4 ഒക്കെ കിലോഗ്രാം കുറച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത്ലറ്റിന് ഒരു അഡ്വാൻറ്റേജ് ആവില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സാധാരണ ലെവലിലുള്ള ഇങ്ങനെയുള്ള ബോക്സിംഗ്, റെസ്ലിംഗ് കോമ്പറ്റീഷനുകളിലൊക്കെ അതിലെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയാറുള്ളത് 45 കിലോഗ്രാം ഭാരമുള്ള ഒരാളും 50 കിലോഗ്രാം ഭാരമുള്ള ഒരാളും തമ്മിൽ കോമ്പീറ്റ് ചെയ്യുമ്പോൾ, മത്സരിക്കുമ്പോൾ ഈ 50 കിലോഗ്രാം ഭാരമുള്ള ആൾക്ക് അയാളുടെ 5 കിലോ എക്സ്ട്രാ വെയിറ്റിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടാവുന്ന കളിയിൽ ഒരു നൂലിന്മേൽ കളിയാണ് യഥാർത്ഥത്തിൽ അത്ലറ്റ്സ് നടത്തുക. ഇത്തരം കോമ്പറ്റീഷനുകളിലൊക്കെ ചിലപ്പോൾ ഒരു 500 ഗ്രാമിൻ്റെ ഒക്കെ വ്യത്യാസങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും, ബാക്കിയുള്ളതെല്ലാം ഫില്ല് ചെയ്തിട്ടായിരിക്കും അവർ കോമ്പീറ്റ് ചെയ്യുക. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഭക്ഷണവും ഫ്ലൂയിഡും അതിൻ്റെ ഫ്ലക്ച്വേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ബോഡി ഫ്ലക്ച്വേഷൻ ചില സമയങ്ങളിൽ പല രീതികളിൽ വരും. അതുകൊണ്ട് ഇതിൽ എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്ക് സംശയം തോന്നിയിട്ടുള്ളൊരു കാര്യമുള്ളത്, ഇപ്പോൾ ഈ വിനേഷ് ഫോഗട്ടിൻ്റെ കൂടെയുള്ള ടെക്നിക്കൽ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ കുറേ കാലം അവരോട് കൂടി വർക്ക് ചെയ്തിട്ട് എക്സ്പീരിയൻസ് കൂടിയുള്ള സ്റ്റാഫുകളാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ അവരെന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാവും എന്ന് അവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതൊരു ചോദ്യമാണ്. കാരണം സെമി ഫൈനൽ കഴിഞ്ഞതോട് കൂടിയിട്ട് 2.7 kg ആണ് കൂടിയത്. തൂക്കം കൂടാനുള്ള പല കാരണങ്ങളുണ്ട്. അതിൽ സ്ട്രെസ്സ് ഭയങ്കര ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. സ്ട്രെസ്സ് കൂടുമ്പോൾ വെയിറ്റ് കൂടാനുള്ള കാരണമാവും. ഇങ്ങനെയുള്ള പല കാരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ ബോഡി ബിൽഡിംഗ് ഒക്കെ കോമ്പറ്റീഷനൊക്കെ ഉള്ള ആളുകൾ 10 മണിക്കാണ് വെയിറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ 8 മണിക്ക് അവിടെ വന്നിട്ട് പിന്നെ റെസ്റ്റ് ചെയ്യാൻ പറയുന്നത്. അങ്ങനെ റെസ്റ്റ് ചെയ്തിട്ട് ആ 10 മണിയാകുമ്പോൾ എണീറ്റ് വന്നിട്ട് വെയിറ്റ് കൊടുക്കുമ്പോൾ അതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അവിടെ സ്ട്രെസ്സ് കുറവായിരിക്കും. അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന ഓവർ വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നൊക്കെ കോച്ചസ് പറയാറുണ്ട്. തീർച്ചയായിട്ടും 100 ഗ്രാം കൂടിയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നം തന്നെയാണ്. പൊളിറ്റിക്കലി ഇതിന് ഭയങ്കര പ്രഷറുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഗവൺമെൻറ്റൊക്കെ ഏറ്റവും നല്ല വക്കീലിനെ വെച്ചിട്ടൊക്കെ കോർട്ടിലേക്ക് പോയിട്ടുള്ളത്. പേഴ്സണലി സ്പീക്കിംഗ് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. നോർമലി സ്പീക്കിംഗ് ഇപ്പോൾ ഈ ഫീൽഡിലെ ആളുകളോട് സംസാരിച്ചെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും 10 ഗ്രാം വരെ ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ പിന്നെ ആ സ്ഥാനത്താണ് 100 ഗ്രാം. അതും നമ്മുടെ ഇന്ത്യയിലൊക്കെ ഒരുപാട് ഭയങ്കര പൊളിറ്റിക്സാണ് കേട്ടോ. ഒരുപാട് പൊളിറ്റിക്സുള്ളൊരു, എസ്പെഷ്യലി ഈ റെസ്ലിംഗ് വളരാൻ കഴിയാതെ നാട് വിട്ട ഒരുപാട് അത്ലറ്റുകളുണ്ട് നമ്മുടെ നാട്ടിൽ. എൻ്റെ ഒരു പരിചയത്തിലൊരു കോച്ച് ഇന്നലെ എന്നോട് പറഞ്ഞത് 5 കിലോഗ്രാം വരെയൊക്കെ കുറച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഒരു രാത്രി കൊണ്ടൊക്കെ ഇവിടെ ഒരു പ്ലാനിങ്ങിൻ്റെ ഒരു പോരായ്മ ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. മറ്റു ഇന്ത്യൻ കോച്ചസിനോട് വിനേഷ് ഫോഗട്ട് പറഞ്ഞത് ദിസ് ഈസ് പാർട്ട് ഓഫ് ദി ഗെയിം ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയും പ്രതീക്ഷയിലായിരുന്നു. മാത്രമല്ല ആരും ഇങ്ങനെയൊക്കെ പുറത്തായ ചരിത്രമല്ല. ആദ്യമായിട്ടാണ് ഒരു റെസ്ലർ ഇങ്ങനെ ഓവർ വെയ്റ്റിൻ്റെ പേരിൽ പുറത്താകുന്നത്, ഫൈനലിൽ നിന്നും ഡിസ്ക്വാളിഫൈഡ് ആവുന്നത്. ഇത്രയും ഗൗരവമുണ്ട് ആ വിഷയത്തിൽ. ഇത്രയും അവിടെ ഒരു പ്ലാനിങ്ങിൻ്റെ പ്രശ്നം ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വിഷയത്തിലുള്ള നോളജ്, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലാതെ എന്തെങ്കിലും നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് രേഖപ്പെടുത്തുക.